ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ വേദൂട്ടിയും പ്രതിക്കുട്ടിയും നല്ല ഉറക്കമായിരുന്നു. ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു പാർക്കിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ശനിയാഴ്ചയാണെന്ന് അപ്പോൾ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ അടുത്തുള്ള പാർക്കിലാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ സുമയേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി പാർക്കിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഋതിക്കുട്ടിയാണെങ്കിലും നല്ല മേക്കപ്പിലാണ് കേട്ടോ പാർക്കിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. ഋതിക്കുട്ടി എവിടെ പോകാൻ എങ്ങനെ റെഡി ആവണേ? എവിടെ? പാർക്കിലോ? ആരൊക്കെയാ പോണത്? നീ? വേദു? അച്ഛൻ വരില്ല? ഇല്ലടാ, അച്ഛൻ വരില്ല. അച്ഛൻ കൊണ്ടാക്കുള്ളൂ കേട്ടോ. ഓക്കെ, മേക്കപ്പ് കഴിഞ്ഞാ? പോവല്ലേ? പൈസ താഴെ ബാഗിൽ വെക്ക, പറന്നു പോവല്ലെങ്കിൽ കേട് വരുത്തല്ലേ വേദു. പൈസ താ പ്രതിക്കുട്ടി, പറന്നു പോവും. ആ നല്ല കുട്ടിയാണ്. അമ്മ ബാഗിൽ വെക്കേട്ടാ. നോക്കട്ടെ, അതിന് മുകളിലത്തെ സാധനം പോയിരിക്കുകയാണ്. ഒരു കുഞ്ഞു മുത്തുണ്ടല്ലോ അതിന് മുകളില്, അത് കാണാനില്ല. അതുണ്ടെങ്കിൽ അത് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം മോളിക്ക്. അങ്ങനെ സുമേഷേട്ടൻ പെട്ടെന്ന് തന്നെ ഞങ്ങളൊന്ന് കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വേഗം കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെയാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് കൊണ്ടാക്കി തരികയാണ്. അങ്ങനെ പാർക്ക് എത്തിയിട്ടുണ്ട്. അല്ലല്ലേ, നാളെ ഒന്നും വരില്ല, അതുകൊണ്ടല്ലേ ഇന്ന് വന്നത്. ആ കഴിഞ്ഞ ആഴ്ച വന്നു. ആ വിളിക്കാം. ഇപ്പൊ എന്തിനാ മുമ്മയൊക്കെ കൊടുക്കണ? അത് ഉള്ളിക്കാക്ക്. അങ്ങനെ പാർക്ക് എത്തിയ ശേഷം ഞങ്ങൾക്ക് 3 പേർക്കുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതിനകത്ത് കയറി പിന്നെ അവരെ നോക്കേണ്ട കാര്യമില്ല, അവർ കളിച്ചോളും. പിന്നെ ഞങ്ങൾ പോയ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4:30 4:45 ആയിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം 8 മണി വരെ ഉണ്ട് പാർക്കിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോഴും ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു കേട്ടോ. നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് ഇറങ്ങണമെങ്കിൽ പറയണേ. പെട്ടെന്ന് ചാടി ഇറങ്ങണ്ട തവൂഴുവേ. എന്താ പ്രതിക്കുട്ടി തലച്ചിട്ടുണ്ടാ? മുട്ട അതിൽ കൊണ്ട് മുട്ടിക്കണ്ട. നിങ്ങൾക്ക് സുഖമായി ഇരുന്നാൽ മതി. എൻ്റെ കൈയാണ് വേദനിക്കുന്നത്. ഇങ്ങനെ കറക്കുമ്പോൾ കൈ വേദനിക്കും. കളിച്ചു കഴിഞ്ഞാ തലമുട്ടണ്ട. അങ്ങനെ കുറേ റൈഡിലൊക്കെ കയറിയ ശേഷം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. പാർക്കൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഞങ്ങളതിന് സുമേഷേട്ടൻ വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. പുറത്ത് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സുമേഷേട്ടൻ വന്നിട്ടുണ്ട്. കട അടച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിളിക്കാനായിട്ട് 8 മണിക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ വീടെത്തിയ ശേഷം 2 പേർക്ക് നൂഡിൽസ് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്.
പാർക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേദൂട്ടി നല്ല വാശി പിടിച്ചിട്ടാണ് വന്നത്. അവൾക്ക് കുഴിമന്തി വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു. അങ്ങനെ ഞാൻ നൂഡിൽസിൽ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. നൂഡിൽസ് ഉണ്ടാക്കണ്ടേ? പല്ല് വേദനിക്കണ്ടോ വേദു? കടിക്കുമ്പോഴേ പല്ല് വേദനിക്കണ്ടെന്ന്. ഓ വാരത്തേറ്റ കുട്ടിക്ക് ചൂടുണ്ട്, ചൂടാറട്ടെ. ശരി അവിടെ വെച്ചോ. അപ്പോൾ അതിന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും സുമേഷേട്ടൻ വന്നതും പെട്ടെന്ന് തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സുമേഷേട്ടൻ വന്നതും വേദൂട്ടി ഇങ്ങനെ ഓടിക്കയറി സുമേഷേട്ടൻ്റെ ഒക്കത്ത് കയറിയിരിക്കും. ധൃതിക്കുട്ടി അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. രണ്ടുപേരും ഒക്കത്ത് കയറിയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഒന്ന് സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. സാറ്റർഡേ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.